ലക്ഷ്മണ സാന്ത്വനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ടല്ലോ, ആ അതൊക്കെ നോക്കിയിരുന്നോ? ആ അപ്പോൾ എന്താണ് ലക്ഷ്മണ സാന്ത്വനം? ലക്ഷ്മണ സ്വാന്തനം എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയത് അറിഞ്ഞ് എന്തെന്നാ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ലക്ഷ്മണൻ കുപിതൻ. ശേ, ഇത് മോശം മോശം സംഭവം. ലക്ഷ്മണ സാന്ത്വനം എന്ന് പറഞ്ഞാൽ ഇതിനെ, ഈ വാക്കിനെ നമുക്കൊന്ന് പിരിക്കാം. ആ ലക്ഷ്മണ, ആ കേൾക്കുന്നുണ്ടോ? ആ പിന്നെ സാന്ത്വനം. ആ ഓക്കെ, അപ്പോൾ ലക്ഷ്മണ എന്ന് പറയുന്നത് ആരാ? ലക്ഷ്മണൻ എന്ന് പറയുന്നത് അപ്പോൾ അവസാനം എന്നെ കൂടെ ചേർത്താൽ ലക്ഷ്മണനാകും. ലക്ഷ്മണൻ എന്ന് പറയുന്നത് ആരാ? എന്തായിരുന്നു? ലക്ഷ്മണൻ എന്ന് പറയുന്നത് ആരാണ്? അപ്പുറത്തെ കടയിലെ ചേട്ടന്റെ പേരാണോ ലക്ഷ്മണൻ? അല്ല. അല്ല. പിന്നെ കൂട്ടുകാരുടെ ആരെങ്കിലും പേരാണോ? അല്ല. ആരാ ലക്ഷ്മണൻ? ശ്രീരാമന്റെ ജ്യേഷ്ഠൻ. ചേട്ടനോ? ശ്രീരാമന് ചേട്ടനുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. ചേട്ടനില്ല, പിന്നെ അനിയനല്ലേ ആവത്തുള്ളൂ അല്ലേ? ശ്രീരാമന് ചേട്ടനില്ല. അപ്പൊ ശ്രീരാമന്റെ അനിയനാണ് ലക്ഷ്മണൻ. അപ്പൊ അത് മനസ്സിലാക്കുക. ശ്രീരാമൻ ആരാ? ലക്ഷ്മണന്റെ ചേട്ടൻ. അങ്ങനെയാണോ പഠിക്കുന്നേ? ലക്ഷ്മണൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീരാമന്റെ അനിയൻ, ശ്രീരാമൻ ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മണന്റെ അനിയൻ ചേട്ടൻ. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരുന്നാ മതിയോ? ശ്രീരാമൻ എന്ന് പറഞ്ഞ ആരാ? ഇങ്ങനെ പറയാം, സീതയുടെ ഹസ്ബൻഡ്. അപ്പൊ സീത ആരാ? ശ്രീരാമന്റെ ഭാര്യ. ഇങ്ങനെയല്ല പഠിക്കണ്ടേ. ഇത് രാമായണം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അറിയാവോ? കേട്ടിട്ടുണ്ട്. ഈ രാമായണം എഴുതിയതാരാന്നറിയോ? ഇല്ല, അറിയത്തില്ല. ഇത് നല്ല പറഞ്ഞോളൂ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഏതോ റീലിൽ ഞാൻ കണ്ടത്. രാമായണം എഴുതിയത് ഞാനല്ല, ഞാൻ എഴുതാത്ത എൻ്റെ തലയിൽ കൊണ്ടിടുകയും വേണ്ട. അങ്ങനെ ഒരു കോമഡി റീല് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രാമായണം എഴുതിയ ആള് വാത്മീകി എന്ന് പറയുന്ന ഒരു മഹർഷിയാണ്. വാത്മീകി കേട്ടോ. സ്പെല്ലിംഗ് ഇത് തന്നെയാണോന്ന് ഞാൻ ഓർക്കുന്നില്ല. വാത്മീകി. ഓക്കെ, അപ്പോൾ ഈ വാത്മീകി എഴുതിയ ഒരു 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 പുസ്തകമാണെന്ത്? രാമായണം. വാത്മീകി എന്തിനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ചോദിച്ചാൽ, ശ്രീരാമനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. മീൻസ് ശ്രീരാമനും ആ കഥയ്ക്കകത്ത് വരുന്നുണ്ട്. ഈ രാമായണം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ശ്രീരാമനും ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. രാമനെ കുറിച്ച് മാത്രമാണോ? അല്ല, ഒത്തിരി ആ സമയത്ത് നടന്ന കുറേ അധികം സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രാമായണം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം രാമന്റെ കഥ എന്നുള്ള രീതിയിലും കാണാം. ഓക്കെ, വേറെയും കഥകളൊക്കെ അതിന്റെ തുടക്കമൊക്കെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. രാമായണം വാത്മീകി എഴുതിയതാണ്. ശ്രീരാമൻ അതിനകത്തുള്ള ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് സീത, ലക്ഷ്മണൻ, പിന്നെ ശ്രീരാമന്റെ പിന്നെ ഒന്ന് രണ്ട് അനിയന്മാരും കൂടെ ഉണ്ട്. ഒരാള് രാജ്യം ഭരിക്കുന്ന ആളിന്റെ, അവരുടെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠത്തില് ശ്രീരാമന്റെ അനിയനാണ് ലക്ഷ്മണൻ. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു രാജ്യം ഉണ്ടായിരുന്നു. ഈ രാജ്യത്തെ രാജാവാകേണ്ട ആളാണ്, ഈ മൂത്ത ആളിനെയാണ് എപ്പോഴും രാജാവാക്കുക. മൂത്ത മകനെയാണ് എപ്പോഴും രാജാവാക്കുക. അപ്പോൾ ഏറ്റവും മൂത്ത ആള് ശ്രീരാമനായിരുന്നു. അപ്പൊ ശ്രീരാമനെ ആണല്ലോ അന്നേരം ഈ രാജ്യത്തിന്റെ രാജാവാക്കേണ്ടത് അല്ലേ? പക്ഷെ ഇവരുടെ അച്ഛൻ എന്ത് ചെയ്തില്ല? ശ്രീരാമനെ രാജാവാക്കിയില്ല. പകരം ഈ ശ്രീരാമന്റെ അനിയനാണ് ലക്ഷ്മണൻ. അതേപോലെ വേറെ രണ്ടനിയന്മാരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അതിനകത്ത് ചിലപ്പോൾ ഈ പാഠത്തിനകത്ത് അത് പറയുമായിരിക്കും.
അയാളുടെ പേരൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഈ എനിക്കൊന്ന് ശ്രീരാമൻ്റെ തൊട്ട് ഇളയത് ലക്ഷ്മണനാണെന്ന് തോന്നുന്നില്ല. ശ്രീരാമൻ കഴിഞ്ഞ് പിന്നെ വേറൊരാളുണ്ട്. ആ ഓർഡർ ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ ചോദിക്കാതെ ടീച്ചറോട്. എന്തായാലും 4 പേരുണ്ടെന്ന് അറിയാം. അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 4 പേരിൽ ഇവർ രണ്ടും എനിക്ക് തോന്നുന്നു ഒരമ്മയുടെ മക്കളാണെന്ന് തോന്നുന്നു. ഒരമ്മയുടെ അങ്ങനെ എന്തോ ആണ്. ഇത് രണ്ടും വേറെ അല്ല, ഇത് രണ്ടും രണ്ടമ്മമാരുടെ മക്കളാണ്. 3 ഭാര്യമാരുണ്ട്. അതിനകത്ത് ശ്രീരാമൻ ഏറ്റവും ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകനാന്ന് തോന്നുന്നു. സൗമിത്ര. പിന്നെ ആണ് എനിക്കൊന്ന് ഭരതനാന്ന് തോന്നുന്നു. അതെ, ഭരതൻ. അതെ. പിന്നീടുണ്ടായത് ഭരതനും പിന്നെ ആരാ? സഹദേവനോ? സഹദേവൻ മറ്റേ ഈ രാമായണവും മഹാഭാരതവും തമ്മിൽ തെറ്റിപ്പോവുമല്ലോ. ഓക്കെ, എന്തായാലും ഭരതൻ്റെ താഴെ ഒരാളുണ്ട്. ഓക്കെ, പിന്നെ എനിക്കൊന്ന് ഇത് മൂന്നാമത്തെ അങ്ങനെ എന്തോ ആണ് കണക്ക്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, ഓർക്കുന്നില്ല. പണ്ടൊക്കെ അറിയായിരുന്നു, ഇപ്പോൾ ഓർക്കുന്നില്ല. അതപ്പോൾ അത്തരം കാര്യങ്ങൾ ടീച്ചറിനോട് തന്നെ ചോദിച്ച് അതിനകത്ത് ഒരു കഥ പോലെ ഒരു കഥയാണ് ശരിക്കും ഇത്. ആ കഥ അറിഞ്ഞിരുന്നാൽ ഇത് നമുക്ക് ഈ പാഠം ഈസി ആയിട്ട് എഴുതാവുന്ന സാധനമാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചുരുക്കം എനിക്ക് ഈ പേര് വെച്ച്, ഈ പാഠത്തിൻ്റെ പേര് വെച്ച് പാഠത്തിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ലക്ഷ്മണൻ എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ അനിയനാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ലക്ഷ്മണനും ശ്രീരാമനും ഒക്കെ ഈ രാമായണത്തിലെ കഥാപാത്രങ്ങളാണെന്ന് നമുക്കറിയാം. അത് എഴുതിയത് വാൽമീകിയാണെന്നറിയാം. ശ്രീരാമൻ്റെ ഭാര്യയാണ് സീതയെന്നറിയാം. ശ്രീരാമൻ്റെ അനിയന്മാരിൽ ഒരാളാണ് ഭരതൻ എന്നറിയാം, അതേപോലെ ലക്ഷ്മണനും. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു രാജ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ രാജ്യത്തെ അധികാരം, ഈ രാജ്യത്തെ രാജാവായിരുന്നു ഇവരുടെ അച്ഛൻ. ഇവരുടെ എല്ലാവരുടെയും അച്ഛൻ എന്ന് പറയുന്ന ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പുള്ളി ആയിരുന്നു ശ്രീരാമന്റെ അച്ഛൻ. ഓക്കെ, ആ അച്ഛൻ ഈ രാജ്യം ആർക്ക് കൊടുക്കുന്നു? രാജാവായിട്ട് അടുത്ത ആളിനെ, മൂത്ത മകനെ അഭിഷേകം ചെയ്യണമെന്നാണ്. പക്ഷേ മൂത്ത മകൻ ആയ ശ്രീരാമൻ എന്ത് കൊടുക്കുന്നില്ല? രാജ്യത്തിന്റെ അധികാരം കൊടുക്കാതെ ആർക്ക് കൊടുക്കാൻ പോവാണ്? ഈ ഭരതന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ശ്രീരാമനെ മാറ്റി ഭരതനെ രാജ്യം കൊടുക്കുന്നതറിഞ്ഞ് ആർക്ക് ദേഷ്യം വരും? ഈ ലക്ഷ്മണനാണെങ്കിൽ ശ്രീരാമന് ഭയങ്കര കട്ട ഫാനാണ്. ശ്രീരാമനോട് ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മണന്. അപ്പോൾ ഈ ലക്ഷ്മണന് സ്വാഭാവികമായിട്ടും എന്തു വന്നു? വിഷമവും ദേഷ്യവും എല്ലാം വന്നു. അങ്ങനെ അപ്പോൾ ഈ ലക്ഷ്മണന് ദേഷ്യവും വിഷമവും ഒക്കെ പെട്ടെന്നുണ്ടായി കഴിഞ്ഞാൽ ലക്ഷ്മണൻ പെട്ടെന്ന് പ്രതികരിക്കും, പെട്ടെന്ന് ചൂടാവും. അതിനെ നമുക്ക് ഒരു വാക്ക് ഉപയോഗിച്ച് പറയാം, ക്ഷിപ്രകോപി. പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ, ക്ഷിപ്രകോപി. ക്ഷിപ്രകോപി എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? പെട്ടെന്ന് ദേഷ്യം വരുന്നവരെ വിളിക്കുന്ന പേരാണ് ക്ഷിപ്രകോപി കേട്ടോ. അതേപോലെ ദേഷ്യം വരുന്ന ഒരാളാണ് ശിവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ശിവനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? ശിവനെ കേട്ടിട്ടില്ലേ? മറ്റേ കഴുത്തേല് പാമ്പൊക്കെ വെച്ചിട്ട്. അറിയത്തില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ആ ശിവന് ആരാണ്? ക്ഷിപ്രകോപി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ക്ഷിപ്രകോപി എന്ന വാക്കിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? പെട്ടെന്ന് ദേഷ്യം വരും, അതേപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പിടികിട്ടിയോ? ക്ഷിപ്രകോപിയാണ്, അതേപോലെ ക്ഷിപ്രപ്രസാദിയുമാണ്. വാക്കിന്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ട് ഞാനത് പറയുന്നേ ഉള്ളൂ കേട്ടോ. ക്ഷിപ്രപ്രസാദി. പ്രസാദി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോപം ഉണ്ടായാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും, പെട്ടെന്ന് ദേഷ്യം പോവുകയും ചെയ്യും. പിടികിട്ടിയോ? അതിനെയാണ് ഈ കോപം എന്നുള്ള വാക്കിൽ നിന്ന് ആണ് ക്ഷിപ്രകോപി. ആ കോപിയാണ് ഈ സാധനം. അതേപോലെ ക്ഷിപ്രപ്രസാദി, പെട്ടെന്ന് ശാന്തനാകും എന്നുള്ളത് വെച്ചിട്ടാണ് പ്രസാദി. അപ്പോൾ ക്ഷിപ്രകോപി, ക്ഷിപ്രപ്രസാദി. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളിനെ ക്ഷിപ്രകോപി എന്ന് വിളിക്കും. അതേപോലെ അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം
പോവുകയാണെങ്കിൽ അയാളെ ക്ഷിപ്രപ്രസാദി എന്നും പറയും. ആ കിട്ടിയോ? ഉം. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നു. ശ്രീരാമനാണ് ഇവിടുത്തെ കേന്ദ്രകഥാപാത്രം. ആ ആ കേന്ദ്രകഥാപാത്രത്തിന് അവരുടെ അച്ഛൻ എന്ത് ചെയ്യുന്നില്ല, രാജ്യത്തിൻ്റെ അധികാരം നൽകുന്നില്ല. അപ്പോൾ ശ്രീരാമൻ്റെ ആ ശ്രീരാമനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണന് പെട്ടെന്ന് എന്ത് വരുന്നു, കോപം വരുന്നു. പിടിയോ? അപ്പോൾ ആ കോപം കൊണ്ട് പിന്നെ പുള്ളി എന്ത് ചെയ്യും, അച്ഛനോട് ചോദിക്കാൻ പോകത്തില്ലേ, അല്ലെങ്കിൽ വഴക്കിടാൻ പോകത്തില്ലേ? ആ അപ്പോൾ അങ്ങനെ വഴക്കിടാനായിട്ട് പോകുന്ന ആ സമയത്ത് ശ്രീരാമൻ കയറി ആ ഇടയ്ക്ക് നിൽക്കും. ഇടയ്ക്ക് നിന്നിട്ട് ശ്രീരാമൻ പറയും, ആ നീ ഇപ്പം ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. എനിക്ക് ഈ രാജ്യത്തിലെ രാജാവായിട്ടിരിക്കണമെന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹമില്ലാത്തൊരു സാധനം എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് വിഷമം ഉണ്ടാവുമോ, ദേഷ്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പം വിഷമവും ദേഷ്യവും എനിക്കുണ്ടാകത്തില്ല. പിന്നെ നീ എന്തിനാണ് അതറിഞ്ഞിട്ട് ഓടിച്ചെന്ന് വഴക്കിടാൻ പോകുന്നത് എന്ന് വെച്ചിട്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണനെ എന്ത് ചെയ്യുന്നു, തടയുകയാണ് ഈ ശ്രീരാമൻ ചെയ്യുന്നത്. അങ്ങനെ തടയുന്ന സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനോട് എന്ത് ചെയ്യുന്നു, പറയുന്ന കാര്യങ്ങളാണ് എന്ത് പറഞ്ഞേക്കുന്നത് ഈ കവിതയിൽ, ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിതയിൽ ഉള്ളത്. പിടികിട്ടിയോ? അപ്പൊ എന്താണ് കവിത എന്ന് പഠിച്ചോ? ലക്ഷ്മണ സാന്ത്വനം എന്തുവാണ്? ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നത് ശ്രീരാമൻ വാൽമീകി എഴുതിയ രാമായണം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തില് കേന്ദ്ര കഥാപാത്രമായ ശ്രീരാമന്റെ അച്ഛൻ എന്ത് കൊടുക്കുന്നില്ല, രാജ്യത്തിന്റെ അധികാരം കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതെ വന്നപ്പോ പകരം ആർക്കാ കൊടുക്കുന്നേ? രാമന്റെ അനിയനായുള്ള ഭരതന് കൊടുക്കുക. അപ്പോ ശ്രീരാമനോട് ഏറ്റവും എന്താണ് ആദരവുള്ള അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയാനൊക്കത്തില്ല, സ്നേഹം എല്ലാ അനിയന്മാർക്കും ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് അഡിക്റ്റായി കിടക്കുന്ന ആളാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ എന്ത് വരുന്നു, പെട്ടെന്ന് ക്ഷിപ്രകോപം, പെട്ടെന്ന് ദേഷ്യം വരുന്നു. ആ ദേഷ്യത്താൽ ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു, അച്ഛനോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും വഴക്കിടാൻ പോകുന്നത് കണ്ടുകൊണ്ട് ശ്രീരാമൻ ആരെ തടയുവാണ്, ലക്ഷ്മണനെ തടയുവാണ്. ആ ലക്ഷ്മണനെ തടയുമ്പോൾ ലക്ഷ്മണനോട് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിതയിൽ എഴുതി വെച്ചേക്കുന്നത്. പിടികിട്ടിയോ? ഇനി ആരാണ് ഈ കവിത എഴുതിയത്? ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിത എഴുതിയത് ആരാ? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ ആരാ? എഴുത്തച്ഛൻ എന്ന് പറയുന്നത് എന്താ? എഴുത്തച്ഛൻ ഇങ്ങനെയല്ലല്ലോ എഴുതുന്നേ. എഴുത്തച്ഛൻ ഇങ്ങനെയായിരുന്നു തോന്നുന്നു അല്ലേ? എഴുത്തച്ഛന്റെ സ്പെല്ലിംഗ് ഇത് തന്നെയാണോ? മോളൊരു ചാവണം, ചെറിയ മോളൊരു ചാവണം, 2 ചായ ആയിട്ടില്ലേ? ഇങ്ങനെയാ? അതല്ല, പിന്നെ എഴുതിയ ചായ ഇല്ലേ, അതിന് അതേപോലത്തെ ഒരു ചായ വേണം. ഈ ചായ അല്ലേ? അതിന്റെ മുകളില് സാദാ ചായ ഇല്ലേ? ഓ, ഇങ്ങനെയുണ്ടോ? ഇങ്ങനെ ഒരു ചായ എഴുതിയിട്ട് ഇങ്ങനെ എഴുതുവോ? ആണോ? ഓക്കെ, ഞാൻ മറന്നുപോയി സ്പെല്ലിങ്. ഓക്കെ, അപ്പോൾ അത് സ്പെല്ലിംഗ് ഒക്കെ നോക്കി തെറ്റുകൂടാതെ എഴുതി പഠിക്കണം കേട്ടോ. ഇത് എനിക്ക് തെറ്റി എന്ന് കരുതി ചെയ്യണ്ട. ഓക്കെ, എഴുത്തച്ഛൻ. അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് അറിയണം. ആരാണ് എഴുത്തച്ഛൻ, എന്നാണ് എഴുത്തച്ഛൻ ജനിച്ചത്? ചിലപ്പോൾ ഈ എഴുത്തച്ഛൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാനൊക്കെ പറയും. പ്രൊഫൈൽ എന്തുവാ? പുള്ളിയുടെ ഒരു എന്തുവാ പ്രൊഫൈൽ എന്തുവാ അത് പറയുന്നത്? പുള്ളിയുടെ ഒരു പുള്ളിയെ കുറിച്ചൊരു ഖണ്ഡിക എഴുതാൻ പറയും, പാരഗ്രാഫ്.
അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണം. ആ ഇനി ഇവിടെ ചില വാക്കുകൾ പിന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആ അപ്പോൾ നാളെ എഴുത്തച്ഛനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പുസ്തകത്തിലും അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് എഴുത്തച്ഛനെ കുറിച്ച് പ്രൊഫൈൽ തയ്യാറാക്കാം. ആ ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, പിന്നെ കുറച്ച് വാക്കുകളും വേണം. ഓക്കെ, അപ്പോൾ സംഭവം കൃത്യം മനസ്സിലായല്ലോ. വാക്കുകൾ നാളെ നമുക്കൊരു പുസ്തകം എടുത്തു വെച്ചിട്ട് അതിനകത്തുള്ള വാക്കുകൾ വെച്ചിട്ട് ആ പുസ്തകത്തിലെ ഓരോ ചോദ്യത്തിനും അങ്ങനെ ഉത്തരം എഴുതും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ബാക്കി നാളെ നോക്കാം മലയാളം. അപ്പം എന്തെങ്കിലും കഥ മനസ്സിലായേ? ഓക്കെ. പിന്നെ പറയുന്നത് പിന്നെ ഏതാ പാഠം പഠിപ്പിച്ചേ? വിപ്ലവങ്ങളെക്കുറിച്ചൊന്ന് എന്തോ നമ്മൾ സംസാരിച്ചതായിട്ട് തോന്നുന്നു. എന്തൊക്കെയായിരുന്നു അന്ന്? എന്തോ വിപ്ലവങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞില്ലായിരുന്നോ? കേട്ടില്ല. വിപ്ലവങ്ങളെ കുറിച്ച് എന്തോ പറഞ്ഞെന്നോ? അത് ശരിക്കും എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിപ്പോ എന്നോടാണോ ചോദിക്കുന്നേ? യൂട്യൂബിൽ കാണും, യൂട്യൂബിൽ കയറി നോക്കൂ. അതൊക്കെ എഴുതി വെക്കണം നമ്മൾ ചോദിക്കുന്നതും. എന്നിട്ട് സ്കൂളിൽ പോയി അതൊക്കെ ചോദിച്ച് പഠിക്കണ്ടേ? പറഞ്ഞില്ലേ, പഠിക്കുക എന്നുള്ളത് സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ അല്ല പഠിക്കണമെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നതും നമുക്ക് രസകരമായും എങ്ങനെ പഠിക്കാൻ പറ്റണം ആ രീതിയിൽ നന്നായി പഠിക്കുക. അല്ലാതെ മറ്റുള്ളവർ പഠിക്കണം, ഇങ്ങനെ പഠിക്കൂ അങ്ങനെ പഠിക്കൂ എന്ന് പറയുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അത് കാണാതെ പഠിക്കേണ്ടി വരൂ, ഇത് കാണാതെ, അങ്ങനെയൊന്നും നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഏത് രൂപത്തിലാണോ, എത്ര രസകരമായിട്ടാണോ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നമ്മൾ എവിടെയൊക്കെയായിരുന്നു മാത്സിനകത്ത് പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ? സമാന്തര ശ്രേണി, സമാന്തര ശ്രേണിയും വൃത്തവും നമ്മൾ ഇപ്പോൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിൽ ആകെ 3 കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളത്. ഒന്ന്, പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഒരു രീതി, അത് ചോദിക്കും കണക്ക്. അതിന് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം കേട്ടോ. അതിനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതിയാൽ SN = മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം കേട്ടോ. ഇനി ഇതിനകത്ത് മിഡിൽ ടേം ഇല്ല എങ്കിൽ, മധ്യപദം ഇല്ല എങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. ഇനി ഈ കേസിൽ അവസാന പദം അഥവാ ഒരു പദവും നമുക്കിതിനകത്ത് ഏതെങ്കിലും പദം ഇല്ല എങ്കിൽ ആ പദം കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള പദം, ഇപ്പം ഇവിടെ x1 കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ x1 എഴുതുവാണ്. എന്നിട്ട് ഇത് തമ്മിൽ ഈ n-ഉം ഈ 1-ഉം തമ്മിൽ കുറയ്ക്കുക ഇൻറ്റു d കേട്ടോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാൻ. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കണക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കണക്ക് എന്താണ് നമ്മളോട് ചോദിച്ചത്, ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പിടികിട്ടിയാ? ഓക്കെ. അപ്പോൾ പദങ്ങളുടെ തുകയിൽ നിന്നാണ് ഞാൻ ഈ 3 കാര്യം ഈ 3 ഇത്രയേ ഉള്ളൂ സമാന്തര ശ്രേണിക്കകത്ത് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതേസമയം സർക്കിളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ എന്താണ്, കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? സർക്കിള്, ഈ വൃത്തം മൊത്തവും 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഈ വൃത്തത്തിന് ഒരു കേന്ദ്രം ഉണ്ടെന്ന് പറഞ്ഞു. ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന നേർരേഖയെ റേഡിയസ് അഥവാ ആരം എന്ന് പറഞ്ഞു. വൃത്തത്തിലുള്ള 2 പോയിന്റുകൾ തമ്മിൽ
കൂട്ടി കഴിഞ്ഞ് കൂട്ടിമുട്ടുന്ന ഞാണെന്ന് ആ നേർരേഖയെ ഞാണുകളെന്ന് ഞാൺ പറയും. അഥവാ കോഡെന്ന് പറഞ്ഞു. ആ അതേപോലെ ഒരു കോഡ് അഥവാ ഞാണ് ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി കടന്നാണ് പോകുന്നതെങ്കിൽ വ്യാസം അവിടെ രണ്ടാരങ്ങൾ വരും. അതേപോലെ ആ ഞാണിനെ വ്യാസം എന്ന് വിളിക്കും, ആ അഥവാ ഡയമീറ്റർ. ആ വ്യാസം അഥവാ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് വിളിക്കും. ഇത്രയും ആ കാര്യങ്ങളാണ് ആദ്യം ആ പഠിച്ചു. പടത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് വൃത്തകേന്ദ്രം, ആ ഇത് വൃത്തകേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഞാൻ അതിനെ എന്തെന്ന് വിളിക്കും? വ്യാസം. വ്യാസം എന്ന് വിളിക്കും, അഥവാ ഡയമീറ്റർ എന്ന് വിളിക്കും. ആ വ്യാസത്തിൻ്റെ പ്രത്യേകത രണ്ടാരങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ആരത്തിൻ്റെ ഡബിളാണ് വ്യാസം കേട്ടോ. ഉം. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആരത്തിൻ്റെ രണ്ടാരങ്ങൾ. ഇരട്ടിയാണ്. ആ എന്നിട്ട് ഈ വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്നും തുടങ്ങി ആ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെന്ന് മുട്ടി ആ തിരിച്ചവിടെ നിന്നും ഈ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്ത് ചെന്ന് മുട്ടിയാൽ അത് 90 ഡിഗ്രി. ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ്. അതായത് ഒരു സെമി സർക്കിൾ എന്നും പറയാം ഇതിനെ. ഇങ്ങനെ ആ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു സെമി സർക്കിളിൻ്റെ രൂപത്തിൽ ഇരിക്കും. അർദ്ധവൃത്തം എന്ന് പറയും. അർദ്ധവൃത്തത്തിലുണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രിയാണെന്നാണ് എപ്പോഴും പഠിക്കുന്നത്. ആ അതേപോലെ ഈ വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്നും തുടങ്ങി സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റിൽ ചെന്ന് മുട്ടുമെന്ന് വെച്ചു ഇങ്ങനെ. ആ എന്നിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും, 90 90-ൽ ഡിഗ്രി. കുറവായിരിക്കും. ആ ഇനി അതല്ല ഇതിനകത്താണ് ഈ രണ്ടറ്റത്ത് നിന്നും വരുന്നതെങ്കിൽ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഇത് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അതെല്ലാം മനസ്സിലായേ? ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ആ ഇവിടെ കേന്ദ്രം, ആ ഇതൊരു കോഡ് ആ അഥവാ ഞാണ്. ഇതിൻ്റെ ഒരറ്റത്ത് നിന്നും കേന്ദ്രത്തിലേക്ക് ചെന്ന് മുട്ടി തിരിച്ചു വരുന്ന ഈ ആംഗിളിൻ്റെ നേരെ പകുതിയായിരിക്കും ഇതേ അറ്റത്ത് നിന്നും പോയി സർക്കിളിൽ ചെന്ന് മുട്ടി തിരിച്ച് ഈ പോയിന്റിൽ വരുന്നത്. കണ്ടോ? അപ്പോൾ ഈ ആംഗിളിൻ്റെ നേരെ പകുതിയായിരിക്കും ആംഗിൾ. ക്ലിയർ ആണോ? പിടികിട്ടിയോ? ഹലോ, കേൾക്കുന്നില്ലേ? ഇല്ല, കേട്ടില്ല. പിടികിട്ടിയോ ഇത്? ഇനി അതേപോലെ ഇതേ അറ്റത്ത് നിന്ന് ദാണ്ട് ഇങ്ങോട്ടാണ് വരുന്ന മുട്ടി പോകുന്നതെങ്കിൽ ദാണ്ട് ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഒന്നെങ്കിൽ ആ രീതിയിൽ കണ്ടുപിടിക്കാം. അതല്ലാതെ വേറൊരു രീതിയുണ്ട്, അത് കണക്ക് ചെയ്യുന്ന സമയത്ത് പറയാം, അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ കേസിൽ എന്തുകൊണ്ടാണ് അവിടെ 180 വന്നേന്ന് നോക്കാം. ഈ രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഉണ്ടാവും, 4 ആംഗിൾസ് ഉണ്ടാവും, ഇന്റേണൽ ആംഗിൾസ്. ആ 4 ഇന്റേണൽ ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും. ഇനി അതിന് 4 മൂലകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർന്നാൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം. ചതുർഭുജം. ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സർക്കിളിനകത്താണ് വരുന്നതെങ്കിൽ അത് വരേണ്ടത് എങ്ങനെയാണ്? ഇതിൻ്റെ 4 മൂലകളും സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അത്തരം ക്വാഡ്രിലാറ്ററലിനെ, അത്തരം ചതുർഭുജത്തിനെയാണ് ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചക്രീയ എന്ന് കേട്ടാൽ അതിൻ്റെ എത്ര മൂലകളുണ്ടോ അത്രയും മൂലകളും സർക്കിളിലായിരിക്കും, സർക്കിളിലുള്ള പോയിന്റുകളായിരിക്കും. ഇനി അങ്ങനെ ചക്രീയ ചതുർഭുജം വന്നാലുള്ള പ്രത്യേകത അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സം എപ്പോഴും 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സം എപ്പോഴും 180 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ദാണ്ട് ഇവിടെ ഒരു ചക്രീയ ചതുർഭുജം രൂപപ്പെടുന്നതും. കണ്ടോ? അതുകൊണ്ട് ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര ആണെന്നും പറഞ്ഞേ? 180 ആണെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. പിടികിട്ടിയോ റീസൺ? അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിലായോ?
പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു എന്തുവായിരുന്നു? ഇത് കേന്ദ്രം, ആ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ, ഇവിടെ ഇങ്ങനെ വേറൊരു ലൈൻ ഉം. ഉണ്ടോ? ഉം. ആ ഇവിടെ ഈ രണ്ട് ഞാണുകളും എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഈ പോയിന്റിൽ വെച്ച് എതിരായി കൂട്ടിമുട്ടുന്നുണ്ട്. കടന്നു. ആ ഇതിനെ എ ബി എന്ന് പറയുന്ന പേരിട്ട് ഈ ലൈനിനെ വിളിക്കാം. സി ആ ഡി എന്ന് പേരിട്ട് ഈ ലൈനിനെയും വിളിക്കാം. ഈ നടുക്കത്തെ കൂട്ടിമുട്ടിയ പോയിന്റ് നമുക്ക് ഒ എന്നും വിളിക്കാം. ആ അപ്പോൾ നോക്കേണ്ടത് എ ഒ, ഉം. എയുടെ നീളം ഇൻറ്റു ബി ആ ഒ തുല്യമായിരിക്കും. എന്ന് പറയുന്നത് ഒ ഡിക്കും അല്ല ഒ ഡിക്കും ഒ സിക്കും, ഒ ഡിയും ഒ സിയും തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമാണ്. ആ അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഉം. അറിയാലോ, ആ. ദേ ഇൻറ്റു ഇത് എന്ന് പറയുന്നത് ഇത് തുല്യം. ഇൻറ്റു ഇതുമാണ് ആ ആ ഒരു രീതി. ഉം. പിന്നെ വേറെ വല്ലതും പറയാനുണ്ടോ? മിസ്സിങ് ആയി പോയത് വല്ലതും? പിന്നെ എന്തായിരുന്നു, എതിർമൂലെ കാണുന്ന 90 ഡിഗ്രിയാന്ന് പറഞ്ഞു. ഏതാ? 90 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആ ആ ആ ചെയ്തിരുന്നു. ആ 90 ഡിഗ്രി ആകുമ്പോഴും ഇക്വേഷൻ ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. ആ പിന്നെ പറഞ്ഞത് 90 ഡിഗ്രിയുടെ, അതായത് ഈ പ്രോപ്പർട്ടി, അത് പണ്ട് പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ്, സവിശേഷതയാണ് വൃത്തത്തിൻ്റെ. അതായത് ഇങ്ങനെ, അതായത് ഇത് വൃത്തകേന്ദ്രം, ആ ഇതൊരു ഞാണാണെന്ന് വിചാരിച്ചോ. ആ ഈ വൃത്തകേന്ദ്രത്തിൽ നിന്നും ആ ഞാണിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ 90 ഡിഗ്രി രൂപപ്പെടും. ആ പിടികിട്ടിയ? ഞാൻ പറഞ്ഞ ഇതൊരു ഞാണാണ്, ഈ ഞാണ് ഇത് കേന്ദ്രവുമാണ്. ഈ കേന്ദ്രത്തിൽ നിന്നും ഈ ഞാണിൻ്റെ കറക്റ്റ് നടുക്ക് തന്നെ ലൈൻ വന്ന് മുട്ടണമെങ്കിൽ അവിടെ 90, ആ ലൈനും ഈ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ വന്ന് മുട്ടിയാൽ ആ 90 ഡിഗ്രി ആണെങ്കിൽ ഈ നീളവും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളവും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളവും തുല്യമാണ്. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്, ഇതിൻ്റെ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി, ഇത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്, ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഇനി വേറെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ വൃത്തം എന്ന് പറയുന്ന ചാപ്റ്ററിൽ? ഇല്ല. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും അങ്ങനെയാണ്, സമാന്തര ശ്രേണി, ഇത് വൃത്തവും. പിടികിട്ടിയാ? ക്ലിയർ ആണോ? അപ്പം എല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്തതാണ്. ഇനി അപ്പം അതാണ് കണക്കിനകത്ത് പറയാനുള്ളത്. മലയാളം പറഞ്ഞു, കണക്ക് പറഞ്ഞു. സോഷ്യലിനകത്ത് വിപ്ലവങ്ങൾ, വിപ്ലവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാണ്? പിൻകാലത്തുണ്ടായ കാര്യങ്ങൾ. വിപ്ലവം എന്ന് വെച്ചാൽ വഴക്ക് അല്ലേ? അന്ന് പിന്നെ എന്ത് വിപ്ലവത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞേ? അമേരിക്കൻ വിപ്ലവം. അപ്പോൾ അമേരിക്കയിൽ നടന്ന വഴക്കുകളാണ്, കുറേ ആൾക്കാർ ചേർന്ന് ഉണ്ടായ വഴക്കുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ വിപ്ലവത്തിൽ എന്താ? മെർക്കൻഡൈസ് ഇതോ അല്ലേ? നിയമം, മെർക്കൻഡൈസ് നിയമം. മെർക്കൻഡൈസ് എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നോ? സാധനങ്ങൾ എന്നുള്ള അർത്ഥം വെച്ചിട്ട് അല്ലേ? വിൽക്കുക, വാങ്ങുക, അതുകൊണ്ട് മറ്റ് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന അത്തരം സാധന സാമഗ്രികളെ വിളിച്ച പേരായിരുന്നു എന്ത്? മെർക്കൻഡൈസ് അല്ലേ? മെർക്കൻഡൈസ് നിയമം. അതൊക്കെ ചോദിച്ചോ ടീച്ചറിനോട്? കറക്റ്റ് ആണോ നമ്മൾ ആ പഠിച്ച കാര്യം എന്നൊക്കെ ഉള്ളത്? അത് എക്സാം ഇട്ടായിരുന്നു. എക്സാം ചോദിച്ചെന്നോ? എക്സാം ഇട്ടായിരുന്നു. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി? കേട്ടില്ല. 20. എത്രലായിരുന്നു എക്സാം? 20 തന്നെ. 20ൽ 20 വാങ്ങിക്കാനും പറഞ്ഞു. 20ൽ 30 ഒക്കെ വാങ്ങണ്ടേ? ഓക്കെ. അപ്പോൾ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം. അമേരിക്കയിൽ ആരൊക്കെയോ എന്തൊക്കെയോ കോളനികൾ സ്ഥാപിച്ചു അല്ലേ? കോളനികൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ അമേരിക്കക്കാരല്ലാതെ വെളിയിൽ നിന്നും വന്ന് ഈ രാജ്യത്ത് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഏരിയ എടുത്തെടുത്ത്
അവിടെ അവർ കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ അവർ വന്ന പരിപാടികൾ എന്തൊക്കെയാണോ അത് ചെയ്ത് 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 ആ ഒരു സ്ഥലത്തെ അധികാരം മൊത്തവും ഈ വന്നവരുടെ കയ്യിലാവും. അപ്പം ഈ വന്ന ആൾക്കാരുടെ ഒരു കോളനിയാണ് ഈ സ്ഥലം എന്നങ്ങ് പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ വന്ന ആൾക്കാരെന്ത് ചെയ്യും? ഈ കോളനിയിൽ ഇവരുടെ രാജ്യത്തെയോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിനകത്തുള്ള നിയമങ്ങൾ ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ നേരത്തെ, ഇവരുടെ ആൾക്കാരല്ലാത്ത. അപ്പോൾ അവർക്ക് എന്തുണ്ടാകും? ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങും. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു സമയത്ത് ആ ആൾക്കാരെന്ത് ചെയ്യും? ഇവരോട് വഴക്കിടാൻ തുടങ്ങും. പിടികിട്ടിയോ? അങ്ങനെ ആ ഉണ്ടാകുന്ന വഴക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ? വിപ്ലവം എന്നതുകൊണ്ട് പറഞ്ഞത്. പിടികിട്ടിയോ? ഇപ്പം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ടീച്ചറിനോട്, ഇത് നമ്മൾ പഠിക്കുന്നത് ഇപ്പം ഞാൻ ഈ വാക്കുകളും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് മാത്സേ പറഞ്ഞു തരാൻ നന്നായിട്ട് അറിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കൂട്ടിരുന്ന് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ സംശയം ചോദിക്കും, അത് അമ്മൂന് അറിയാമെങ്കിൽ പറഞ്ഞു തരിക, അറിയത്തില്ല എങ്കിൽ അതേ സംശയം ടീച്ചറിനോട് പോയി ചോദിച്ച് അത് ക്ലാരിറ്റി വരുത്തുക കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയ വിപ്ലവം ഇങ്ങനെയാണ്. പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു രാജ്യത്തെ ആൾക്കാരായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വേറെ കുറേ പല ആൾക്കാർ ചേർന്നിട്ടായിരിക്കാം വരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള വിപ്ലവങ്ങളിനകത്തൊക്കെ ഒരു രാജ്യം വരുന്നു, ഒരു രാജ്യത്തെ പട്ടാളവും അവിടുത്തെ ആൾക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരായിരിക്കും ചിലപ്പോൾ ആദ്യം വരുന്നത്. അങ്ങനെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്കയിലേക്ക് പുറത്തു നിന്നും, എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാന്ന് തോന്നുന്നു ആൾ വന്നേ അല്ലേ? അപ്പം ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ എന്നാണോ ഇംഗ്ലണ്ട് എന്നാണോ കൊടുത്തേക്കുന്നത്? ഏതാ? ഇംഗ്ലണ്ടിൽ നിന്ന്. ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കാം, അതാകുമ്പോൾ തെറ്റാതിരിക്കും. അപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് ആള് വരുന്നു, ഇത് അമേരിക്കയിലെ ഒരു സ്ഥലമാണെന്ന് വെച്ചോ. ആ ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കച്ചവടം നടത്തുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നന്നായിട്ട് കച്ചവടങ്ങൾ നടക്കുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും കച്ചവടക്കാർ വരികയും ഇവരുടെ പട്ടാളക്കാർ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനെ വന്ന് 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 പതുക്കെ ഇവരിവിടെ എന്ത് ചെയ്യുന്നു? അങ്ങ് സെറ്റാകും. സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? ഇവരുടേതായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങളാണ് അന്ന് നമ്മൾ മർക്കൻഡൈസ് നിയമം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഇവർക്ക് മാത്രമേ ഇവരുടെ കപ്പലിലേ കൊണ്ടുപോകാവൂ, ഇവർക്ക് മാത്രമേ വിൽക്കാവുള്ളൂ. അതേപോലെ ഇവരെന്തെങ്കിലും സാധനം വാങ്ങുവാണെങ്കിൽ തന്നെയും അത് ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാവുള്ളൂ, അല്ലേ? പിന്നെന്ത് വരുന്നത്? അങ്ങനെ കയറ്റ് എന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ഒക്കെ എന്ത് ചെയ്യണം? ഈ ചുങ്കം ഇല്ലേ? ചുങ്കം എന്ന് വെച്ചാൽ ടാക്സ്, അതിന് വേറെ എന്തുവാ പറഞ്ഞത് അതിനകത്ത്? എന്തായാലും അത് പിരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന രാജ്യത്തിന് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ കുറേ നിയമങ്ങൾ ഇവരിവിടെ കൊണ്ടുവന്നു, അല്ലേ? അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് കുറേയൊക്കെ അവർ സഹിച്ചു. പക്ഷെ ഒരു സമയമായപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്നു. ആ സമയത്തുണ്ടാകുന്ന ഒരു ലഹളയാണ്, അല്ലെങ്കിൽ ഒരു വഴക്ക് രീതിയാണ് വിപ്ലവം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ശരിയാണോ, നമ്മൾ ഈ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ശരിയാണോ എന്നുള്ളത് ടീച്ചറിനോട് പോയി ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താണ് വിപ്ലവം? ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു വിപ്ലവം പറഞ്ഞു. വിപ്ലവം എന്ന് പറയുന്നത് ആദ്യം നടന്ന ഒരു സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്ത് നിന്നും കുറച്ച് ആൾക്കാർ എന്തിനു വരുന്നു? കച്ചവടത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വരുന്നു. എന്തോ? യൂറോപ്പിലെ മതപീഡനത്തെ തുടർന്നാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓ, ഈ അമേരിക്കയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. ഇത് യൂറോപ്പാണെന്ന് വിചാരിച്ചോ, ഇത് അമേരിക്കയിലെ ഒരു സ്ഥലവുമാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ യൂറോപ്പിൽ നിന്നും മതപീഡനം അല്ലേ? ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഈ മതം ജാതി ഉണ്ടോന്ന് അറിഞ്ഞൂടാ, മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ആ വഴക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കപ്പലിൽ കയറി അമേരിക്കയിലെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നു. ശരിയല്ലേ? ഓക്കെ, പിന്നെന്താ
ആ അവിടെ കോളനികൾ സ്ഥാപിച്ച് അങ്ങനെ അവരവിടെ. വന്നവര് കൂടി 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 ആ സ്ഥാപിക്കുന്നത് ആ ഒരു സ്ഥലത്തിന്റെ കൺട്രോൾ അവർ ഏറ്റെടുക്കും. അതിനെയാണ് കോളനി എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ആ ഉം. ഇത്രയുള്ളോ? ആ ഇത്രയുള്ളൂ. അപ്പോൾ ആൾക്കാർ വന്നു കോളനി സ്ഥാപിച്ചു. ആ അപ്പോൾ ആ കോളനിയിൽ ഈ എന്താണ് യൂറോപ്പിൽ നിന്ന് വന്നവരായതുകൊണ്ട് യൂറോപ്യൻ രാജ്യം വന്ന് കോളനിയിൽ പറഞ്ഞു. അവർ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു അല്ലേ? ആ നിയമങ്ങൾ അംഗീകരിക്കാൻ ഇവർക്ക് പാടായിരുന്നു. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലെ രാജാവിന് കത്തയച്ച്. ഇംഗ്ലണ്ടിലെ രാജാവിന് കത്തയച്ച് ഇവര് കോളനിക്കാര് ആ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കത്തയച്ചപ്പോ ഇംഗ്ലണ്ടിലെ രാജാവ് അവരെ എന്താ അടിച്ചമർത്താൻ വേണ്ടിട്ട് ഒരു സൈന്യത്തെ അയച്ച്. ഇംഗ്ലണ്ട് രാജാവിന്റെ ഒരു സൈന്യത്തെ അയച്ച്. അതിന്റെ പേരിൽ ഇവര് വഴക്കുണ്ടായി. ഓക്കെ ഓക്കെ. അപ്പം അതിനെയാണ് അമേരിക്കൻ ലഹള എന്താണ് തന്നെ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ വിപ്ലവത്തിനും എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ കാരണം പഠിച്ചു വെച്ചാൽ മതിയാവും അല്ലേ? വേറെ ഏത് വിപ്ലവം പഠിച്ചു? വേറെ ഏതാ? ഫ്രഞ്ച് വിപ്ലവം. അപ്പം അതും നോക്കി വെക്കുക. അപ്പം ഇന്ന് നമ്മൾ മലയാളം പറഞ്ഞു, മാത്സ് പറഞ്ഞു, സോഷ്യൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പറയണം. ഓക്കെ. അപ്പോൾ ഇനി മലയാളത്തിൽ എഴുത്തച്ഛനെ കുറിച്ച് പറയുക. മാത്സിൽ നമ്മുടെ ആ 2 ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. സോഷ്യലിനകത്തുള്ള വിപ്ലവത്തിനെ കുറിച്ച്, ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചും എഴുതി വെച്ചോ. മലയാളത്തിനകത്ത് എന്തുവാണ് നാളെ പറയണ്ടേ? എഴുത്തച്ഛനെ കുറിച്ച് പറയണം. എന്തോ കേട്ടില്ല? മലയാളോ അതോ മാത്സിനോ? മാത്സിന് നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്ററില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ. സോഷ്യലിനകത്ത് എന്ത് പറഞ്ഞേ? ഫ്രഞ്ച് വിപ്ലവം നോക്കി വെക്കാനാ? കേട്ടില്ല. ഫ്രഞ്ച് വിപ്ലവം നോക്കി വെക്കാനോ? അത് തന്നെ, ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ. അപ്പോൾ അത്രയും നാളെ നോക്കി വെച്ചേക്കാം. ആ ശരി.